അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്ന് കാണുന്ന വരം വ്യാഖ്യാന വരവാണ്. വ്യാഖ്യാന വരം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റണം. അത് വ്യാഖ്യാനിക്കാൻ പറ്റുമത് 1 Corinthians 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല.
എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുന്നു. ഈ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്തുണ്ടെന്ന് അറിയാവാ? യേശുക്രിസ്തുവിന്റെ മനസ്സുണ്ട്. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഇവിടുത്തെ പ്രശ്നത്തിൽ ഈ ദൈവാത്മാവിന്റെ കൂടെ നമ്മുടെ ആത്മാവ് കൂടി ചേരുമ്പോഴാണ് ദൈവത്തിന്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് കർത്താവിനോട് യോജിക്കുന്നവൻ അവനോട് ഏകാത്മാവായി തീരുന്നില്ലേ? ഇന്ന് കുറഞ്ഞ 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. ഇപ്പൊ ഏകാത്മാവ് അപ്പൊ ചിന്തകൾ നേരത്തെ ചോദിച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമല്ലേ കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ ആത്മാവ് ഭാഷാപരത്തിൽ കർത്താവിൻ്റെ ആത്മാവോട് യോജിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സറിയുന്നൊരു സംഭവമുണ്ട്. എഫേസ്യർ 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് കഴിയുമ്പോഴാണ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സങ്ങളാണ്. 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പം ഈ കർത്താവുമായി സംയോജിക്കുന്ന അവനോട് ഏകാത്മാവ് തീരുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് നമ്മളിലേക്ക് ചില കാര്യങ്ങൾക്ക് അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾക്ക് കർത്താവ് അറിവ് തരും. കർത്താവിൻ്റെ മനസ്സ്. അപ്പോൾ അതിന് എനിക്കിത് നല്ല അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയണത്. ഇപ്പം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയില്ലേ, എൻ്റെ ക്രിസ്റ്റഫ് ലോക്കാർട്സിൻ്റെ ഹോണറി ഡോക്ടറേറ്റ് കിട്ടിയേ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഈ മധുരയിൽ പോയിട്ട് അവിടെ വെച്ച് ഞാൻ അമ്മയാണ് ഇവിടെ വരെ എത്തിച്ചത്. അമ്മയുടെ പള്ളി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാടിപ്പിടി പോയില്ലേ. അവിടെ ചെന്നപ്പോൾ നന്ദി പറയാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഫെയിൻ്റാകുന്ന പോലെ തളർന്നു പോയില്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്? എനിക്ക് ദൈവത്തിൻ്റെ മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞെന്താ, നിൻ്റെ മുമ്പ് ഇതിനേക്കാൾ നല്ലവണ്ണം ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഓരോരുത്തരെ പേടിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് നീ നിന്നോട് ചെയ്ത ഡ്യൂട്ടി നിനക്ക് മരണം വരെ ഉത്തരപ്പ് കടവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ പള്ളി ചെന്നിട്ട് പള്ളിയുടെ ഇളം തന്നെ ഞാൻ തിരിച്ചു പോകുന്നില്ല. ഞാൻ അകത്തോട്ട് കയറിയില്ല. അവിടം വരെ 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എന്നാണ് കൊന്തയൊക്കെ ചെല്ലി. ഞാൻ കത്ത് ചെല്ലിയില്ല. അപ്പം എനിക്കാ മനസ്സിലായി. ഞാൻ തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പറയാൻ തുടങ്ങി. പറയാൻ തുടങ്ങിയ പ്രാർത്ഥന ഞാൻ മറന്നു പോകാതെ പഠിച്ച് നാട്ടിൽ വന്ന് എഴുതി 10,000 കോപ്പികൾ ഇറക്കി. ആ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി 10,000 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി എന്ന് പറഞ്ഞത്, എഗ്രിമെൻറ്റ്. അപ്പം ഞാൻ അതോടെ പറഞ്ഞത് ഉടമ്പടിയാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ഉടമ്പടി പുസ്തകം എഴുതാനൊക്കെ വെറും 60 മണിക്കൂർ കൊണ്ടാണ് എഴുതുന്നത്. 200 പേജുകൾ. നമ്മൾ ഈ ദൈവമേഖല എന്ന് പറയുന്നത് വല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ വെളിപാട് അതുകൊണ്ട് ഞാൻ മുരിങ്ങൂർ ഒരു ലോക മലയാള കരിസ്മാറ്റിക് സമ്മേളനം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മരിയൻ കരിസ്മാറ്റിക് എന്നാണ് പറഞ്ഞത്. കരിസ്മാറ്റിക് മാതാവിൻ്റെ കൂടെ വെളിപ്പെട്ടിട്ടുള്ള കരിസ്മാറ്റിക് സരണികളാണ് കൃപാസനത്തിൽ നമ്മുടെ സഭയുടെ വഴി നടത്തലിന് വേണ്ടി മനുഷ്യന് ഉപദേശമായിട്ടും അറിവായിട്ടും കൊടുക്കുന്നത്. ഇതിനെല്ലാം കൂടി വ്യാഖ്യാനപരമെന്നാണ് പറയണത്. എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഈ ലോകം എന്തുമാത്രം മനുഷ്യരായി ഇപ്പോൾ നോൺ ക്രിസ്ത്യൻസ് പോലും കർത്താവിനെ അറിയണതിൻ്റെ പേര് ആരെയും നമ്മൾ ജ്ഞാനസാരപ്പെടുത്തുകയൊന്നും ചെയ്യണില്ല. അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗീവ് ദം ജീസസ് എന്ന് പറയുന്നത്. കർത്താവിനെ അറിയാത്ത അറിയിക്കുക. അതിനുള്ള വഴികൾ ദൈവം തരുന്നുണ്ട്, നമ്മളത് പറയുന്നുണ്ട്. അവർക്ക് എല്ലാം നല്ല അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഈ വരങ്ങളിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളും നല്ല വരപ്രസാദമുള്ള ജീവിതം നോക്കാൻ നമ്മൾ വരപ്രസാദം എന്ന് പറഞ്ഞതല്ല, എന്താണ് ഈ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട്
വരപ്രസാദത്തിൻ്റെ വിവിധ പ്രയോഗ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് ആത്മാവിൽ വളരാൻ ഇതെല്ലാം ഉപയോഗിക്കണം. ഓരോ ദിവസത്തെ ടോക്കുകൾ ഒരു 3-4 പ്രാവശ്യം കേട്ട് നിങ്ങൾ ആത്മീയമായ ദൈവത്തിൽ വളർന്നു വരാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഡോണ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത അംഗമാണ്. ഞാൻ ആദ്യം തന്നെ ഇവിടെ എന്നെ എത്തിച്ച മാതാവിനും എൻ്റെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിൻ്റെ കാരണം മാതാവ് ഈശോയുമാണ്. മാതാവ് ഈശോയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഞാൻ നഴ്സാണ്. ഞാൻ കഴിഞ്ഞ 1 വർഷമായി OET എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ OET എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കൃപാസന പത്രം വായിക്കുന്നതും അതുപോലെ കൃപാസനത്തിലെ എല്ലാ ദിവസമുള്ള ജപമാല കൂടുകയും ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ OET എക്സാമിൽ ജയിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വന്ന് ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷേ എനിക്ക് ആ തവണ OET എക്സാമിൽ പാസ്സായില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യമോ എന്തോ നിരാശയൊക്കെ കൊണ്ടോ സ്വാഭാവികമായി ഞാൻ ഉടമ്പടി എടുത്തില്ല. എന്നാൽ ഞാൻ മാതാവിനെ അത് കഴിഞ്ഞിട്ട് 2 തവണ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു കണ്ടു. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാതെയാണ് തിരിച്ചു പോയത്. പക്ഷേ ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയപ്പോഴും എനിക്ക് മനസ്സിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ സെപ്റ്റംബർ മാസം ഡിസംബർ മാസം 2 മാസങ്ങളിലായി വീണ്ടും OET എക്സാം ഞാൻ എഴുതി. പക്ഷേ ആ OET എക്സാമിൽ ഞാൻ പാസ്സായില്ല. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. എക്സാം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അവസാനം മാതാവ് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിക്കാൻ തുടങ്ങി, നീ ഉടമ്പടി എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കാരണം ഞാൻ ഒരിക്കൽ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാതെ പോയതിൻ്റെ ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 12-ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഏപ്രിൽ 9-ാം തീയതി എഴുതിയ എക്സാമിൽ എനിക്ക് ആദ്യം അയർലൻഡ് സ്കോർ കിട്ടി. പക്ഷേ മാതാവ് മനസ്സിൽ റിവാലുവേഷന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ അത് മാതാവിൻ്റെ ഉടമ്പടി ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അതിൻ്റെ ഫലമായി റിവാലുവേഷന് കൊടുത്ത് എനിക്ക് UK സ്കോർ കിട്ടി. മാതാവിന് നന്ദി. അതുപോലെ തന്നെ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂവിന് കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തൽഫലമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വഴി എനിക്കൊരു മെയിൽ വന്നു, ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ട്. കാരണം ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കൃപാസന മാതാവിൻ്റെ കയ്യിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ എക്സാം മുഴുവനും മാതാവ് തിരഞ്ഞെടുത്തതാണ്, മാതാവ് നടത്തുന്നതാണ്. ഇനിയുള്ള കാര്യങ്ങൾ മാതാവ് നടത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് സിസിലി ജോണി. മേരിമാത ചർച്ച് കോട്ടപ്പുറം രൂപത വെറ്റിലപ്പാറ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഏപ്രിൽ 4-ാം തീയതിയാണ് ഞാനും ഭർത്താവും കൂടെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. അവിടെ 30 വയസ്സായ മകൻ്റെ വിവാഹ തടസ്സം മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. വിവാഹം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മംഗളകരമായി വിവാഹം മാതാവും യേശുവും നടത്തി തന്നു. 2ാമത്തെ മകൻ വിദേശത്തായിരുന്നു. അതിന് വിദേശത്ത് നാട്ടിലേക്ക് പോരാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് നാട്ടിലേക്ക് വരാൻ സാധിച്ചു. പിന്നെ എൻ്റെ ഭവനത്തിൽ 8 സഹോദരന്മാരാണുള്ളത്. അതിൽ 5 പേരും ഞങ്ങളായിട്ട് ഇഷ്ടക്കുറവായിരുന്നു. അതിപ്പോൾ എൻ്റെ മകൻ്റെ വിവാഹത്തിന് എല്ലാവരും സംബന്ധിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചു, എല്ലാവരും പങ്കെടുത്തു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാത്തൊരു കാര്യം, ഉടമ്പടിയിൽ എഴുതാത്തൊരു കാര്യം, പ്രാർത്ഥിക്കാത്തൊരു കാര്യം, ഞങ്ങൾക്ക് പുതിയൊരു വാഹനമാകാൻ മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ പേര് ഷേർലി. ഞാൻ പാലാ രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഡിസംബർ 4-നാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് കോൺസ്റ്റിപ്പേഷനായിരുന്നു. മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ മോശം പോയിരുന്നുള്ളൂ. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് ഭേദമായി. പിന്നെ എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. നീരുണ്ടായിരുന്നു, വേദന കൂടിക്കൊണ്ടിരുന്നു, വലുതായിക്കൊണ്ടിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ കീറണമെന്ന് പറഞ്ഞു. ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് ഭേദമായി. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വത്സ ബൈജു. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സ്വന്തം നാട് മാവേലിക്കരയാണ്. ഞാനൊരു നേഴ്സാണ്. ഇസ്രായേലിൽ കെയർടേക്കറായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. 2018 ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്രായേലിൽ ചെന്നത്.
ആ ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേനെ എനിക്ക് ദേഹം മുഴുവനും ഒരു ചൊറിച്ചിലും ഒരു തടിപ്പും ചുമന്ന് ദേഹം മുഴുവൻ വരുവാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. 24 hours ഡ്യൂട്ടിയാണ് എനിക്കവിടെ. എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എവരി സെക്കൻഡ് ഞാനങ്ങനെ ചൊറിഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷേ എനിക്ക് മുഖത്തും കൈപ്പത്തിയിലും മാത്രമേ എനിക്ക് ഈ പാടുകളോ ഈ ചൊറിച്ചിലോ ഒന്നും ഉണ്ടായില്ല. കാൽപ്പത്തിയിലും ഇല്ലായിരുന്നു, കൈപ്പത്തിയിലും ഇല്ലായിരുന്നു, മുഖത്തും ഇല്ലായിരുന്നു. ബാക്കി എല്ലാ ഭാഗത്തും തന്നെ ഭയങ്കര സിവിയറായിട്ടുള്ള ചൊറിച്ചിലും അസ്വസ്ഥതയുമായിരുന്നു. ഞാൻ 2-3 ഡോക്ടേഴ്സിനെ അവിടെ തന്നെ കാണിച്ചു. ഡോക്ടർമാർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ 2 ബയോപ്സിക്ക് വിട്ടു. ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവാണ്. ഇസ്രായേലിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താണ് ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ് വരുന്നത്, എന്താണെന്ന് ഞങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഞാൻ കൂടുമായിരുന്നു. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ കണ്ണുനീരോടെ മുട്ടുമേ നിന്ന് അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പറ്റുന്നില്ല ഈശോയെ, മാതാവേ എനിക്ക് പറ്റുന്നില്ല, എനിക്കിന്ന് സൗഖ്യം തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂട്ടുകാർ ഓരോ മരുന്നുകൾ കൊണ്ട് തരുന്നു. ഡോക്ടേഴ്സ് കോർട്ടിസോൺ ഗുളികയാണ് തരുന്നത്. ആ കോർട്ടിസോൺ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ഉറക്കമാണ്. പക്ഷേ രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. പകൽ കിടന്നുറങ്ങി കഴിയുമ്പോൾ രാത്രി എനിക്ക് ഉറക്കമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി ലേഖ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി തിരുവനന്തപുരംകാരിയാണ്. ഞാനപ്പം നേർച്ച വസ്തുക്കൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അവിടുന്ന് വരാനൊരു സൗകര്യമില്ലായിരുന്നു. നേർച്ച വസ്തുക്കൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു, ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്നുള്ളത്. എനിക്കൊന്ന് നേർച്ച വസ്തു ഉപയോഗിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഒരു കൂട്ടുകാരി ഇതുപോലെ നേർച്ച വസ്തു അവൾക്ക് കിട്ടിയ ആരോ കൂട്ടുകാരിൽ നിന്ന്. അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വത്സ നീ വാ, നിനക്ക് ഞാൻ നേർച്ച വസ്തു എടുത്ത് തരാമെന്ന് പറഞ്ഞു. അവളുടെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് ഈ നേർച്ച വസ്തു എനിക്ക് നാവിൽ തന്നു കഴിഞ്ഞപ്പം എനിക്ക് പിറ്റേ ദിവസം മുതൽ എനിക്കിത് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. കാരണം ഒരു ഗുളികയും എനിക്ക് കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് വീട്ടിൽ പറഞ്ഞു, നീ മോളിങ്ങ് തിരിച്ചു പോരെ, ഇനി നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ എൻ്റെ മോളും പറഞ്ഞു, എൻ്റെ അമ്മയും പറഞ്ഞു തിരിച്ചു പോരെ, ഇനി നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഈ പിറ്റേ ദിവസം മുതൽ ഇത് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അതാണ് എൻ്റെ ഒരു സാക്ഷി. 1 മാസത്തിനുള്ളിൽ ദേഹത്തുള്ള സകല പാടുകളും ഡിസപ്പിയർ ആയിപ്പോയി. ഒരു പാട് പോലും എൻ്റെ ദേഹത്തില്ല. എനിക്ക് പിന്നെ 2018 ഈ സൗഖ്യം കിട്ടിയത്. പിന്നെ എനിക്കൊരു വീടോ സ്ഥലമോ എനിക്കൊന്നുമില്ലായിരുന്നു. ഞാൻ 2018 ഇസ്രായേലിൽ പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ കഴിഞ്ഞ വർഷമാണ് ഞാൻ നാട്ടിൽ വന്നത്. അന്ന് ഞാനിവിടെ ഓടി വന്നപ്പോൾ ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു. എനിക്കിവിടെ കയറാനും ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വീടിനും സ്ഥലത്തിനും വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട്, കൃപാസനമാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്ന പോക്കിൽ ഞാൻ ഹസ്ബൻഡും കൂടെ പോയി ഒരു പൂർത്തീകരിക്കാത്തൊരു വീടും സ്ഥലവും കണ്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ പ്രമാണം എഴുത്ത് നടന്നു. പൂർത്തീകരിച്ചിട്ടില്ല, അതിൻ്റെ പണി ഘട്ടം ഘട്ടമായിട്ട് തീർക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എഴുതി കൊടുക്കാത്തൊരു സാക്ഷ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച B2 ജർമ്മൻ എക്സാം എഴുതാൻ ഇവിടുന്ന് പോയി. ഞാൻ കഴിഞ്ഞ മാസം വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി കാശ് രൂപം വെച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. സ്പീക്കിങ്ങിന് കയറിയപ്പോൾ എന്നെ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ കാശ് രൂപത്തെ ഇങ്ങനെ മുറുക്കെ പിടിച്ചു. എനിക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ലൊരു റിസൾട്ട് കൃപാസന മാതാവ് ഈശോയും തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പിന്നെ എൻ്റെ മോളിവിടെ വരുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അവൾക്ക് നല്ലൊരു വിജയം കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജൂമി സാവിയോ. ഞാൻ അങ്കമാലി കിടങ്ങൂർ ഉണ്ണിമിശിഹ പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2020 ജാനുവരിയിൽ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ പ്ലാനിട്ട് ഞാൻ റിസൈൻ ചെയ്തു. അത് നടക്കുന്ന 2020 ജാനുവരിയിലാണ്. ആ മാർച്ചിലാണ് കോവിഡ് മൂലം ലോക്ക്ഡൗൺ വരുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷകളും പദ്ധതികളെല്ലാം തകിടം മറിഞ്ഞു. പിന്നെ ഞങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വന്നു. ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2021 നവംബർ 5-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ നിയോഗങ്ങളുണ്ടായിരുന്നത് ഈ ബിസിനസ് ഉയരുന്നതിനെക്കുറിച്ചും വീട് വയ്ക്കുന്നതിനെക്കുറിച്ചും മക്കൾ നന്നായി പഠിച്ച് കയറുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിയോഗങ്ങളായിട്ട് വെച്ചത്. ഡിസംബർ മാസത്തിൽ അവിടെ അടുത്തുള്ളൊരു ഗവൺമെൻറ് സ്കൂളിൽ ടെമ്പററി ആയിട്ട് ഒരു വേക്കൻസി വന്നു. ഞാൻ ജോലിക്ക് ഇനി പോവേണ്ട, ബിസിനസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും എന്തോ ഒരു കാരണത്താൽ ഞാൻ അവിടെ പോയി. എനിക്കവിടെ ആ ജോലി കിട്ടി. ഡിസംബർ 13-ാം തീയതി ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തു. എന്തുകൊണ്ട് പോയി എന്ന് അപ്പോഴൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഡിസംബർ മാസം അവസാനമായപ്പോൾ US ഉള്ള ഞങ്ങളുടെ ഒരു റിലേറ്റീവ്
ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാത്ത ആളാണ്. വളരെ സ്നേഹമുള്ള ആളാണ്, പക്ഷേ റെഗുലറായിട്ടൊരു കോണ്ടാക്റ്റ് വയ്ക്കാത്ത ആളാണ്. എന്നെ വിളിച്ച് അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ജാനുവരി തൊട്ട് ഈ നിമിഷം വരെ എല്ലാ വാതിലുകളും കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ മുമ്പിൽ തുറക്കുന്നതായിട്ടും 3 ഇൻ്റർവ്യൂ എനിക്ക് കൃപാസനം മാതാവിൻ്റെ മെഡൽ കയ്യിൽ പിടിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും സാധിച്ചു. ഈ ജൂലൈ 11 US പോകാൻ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഫാമിലി വിസയോടുകൂടി ജോലിക്ക് കയറാനുള്ള ഒരു വലിയ ദൈവാനുഗ്രഹം. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു മഹാത്ഭുതം കൃപാസനം മാതാവ് എനിക്ക് ചെയ്തു തന്നു. സത്യത്തിൽ എൻ്റെ നിയോഗങ്ങൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒന്നും എനിക്ക് സാധിച്ചു എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റില്ല. പക്ഷേ അതിനൊക്കെ ഉപരിയായി ഞാൻ എനിക്ക് വേണ്ടി ഇട്ട പദ്ധതികൾക്കപ്പുറം മഹത്തരവും അതിമനോഹരവുമായ പദ്ധതി ദൈവം എനിക്ക് വേണ്ടി തുറന്നു തന്നു, എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഡിസംബർ മാസത്തിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദർ, നിലമ്പൂരുള്ള ആളാണ്, 95 വയസ്സായിട്ടുണ്ട്, കിടക്കുന്ന ആളാണ്. അമ്മച്ചിക്ക് ഒരു 20 വർഷമായിട്ട് നാക്കിന് പൂപ്പൽ ഉണ്ടാവുന്നുണ്ട്. പല മരുന്നുകൾ ട്രൈ ചെയ്തു. അത് കൂടുതൽ പ്രശ്നമാവുകയാണ്. അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാണാൻ വരുന്നവരോടൊക്കെ സംസാരിക്കാൻ പറ്റാതെ നാക്ക് പുറത്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് അമ്മച്ചി സംസാരിക്കുന്നത്. വരുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത ഉടനെ ആയതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആരും കാണാതെ മാതാവിൻ്റെ തൈലം അമ്മയുടെ നാക്കിൽ പുരട്ടി കൊടുത്തു. കുടുംബത്തിൽ ആരോടും പറഞ്ഞില്ല. പക്ഷേ വൈകുന്നേരം ആയപ്പം വീട്ടിൽ നിൽക്കുന്ന ആൻറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടു, നാക്കിന് എന്തൊരു വ്യത്യാസമാണ്, അതിലെ പൂപ്പൽ മാറിയിട്ടുണ്ടല്ലോ, എന്താ പറ്റിയേ എന്ന്. അപ്പോഴാണ് എനിക്ക് പോലും വിശ്വാസം വന്നത്. ഞാൻ രണ്ടാമത് ഒരിക്കൽ കൂടെ തേച്ചു കൊടുത്തു. ഡിസംബറിലാണ് അത് ചെയ്തത്. ഇതുവരെ അമ്മച്ചിക്ക് പിന്നെ നാക്കിലെ പൂപ്പൽ മുഴുവനായിട്ട് മാറുകയും ചെയ്തു. ഇതുവരെ അമ്മച്ചിക്ക് പിന്നെ അത് വന്നിട്ടില്ല. മൂന്നാമതായിട്ട് എൻ്റെ മോൻ ചെറിയ ആൾ ഡ്രൈ സ്കിന്നാണ്. അവന് ബൈ ബർത്ത് തന്നെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ കാലിന് ഉപ്പുറ്റിക്ക് ചുറ്റും കാലിൻ്റെ അടിയിലും തൊലി പോയി ചെറിയ മുറിവുകൾ വരുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെ തൈലം പുരട്ടിയതിന് ശേഷം ആ മുറിവുകൾ പിന്നെ വന്നിട്ടില്ല, പൂർണ്ണമായിട്ടും മാറി. എൻ്റെ പദ്ധതികൾക്കപ്പുറം എന്നെ സ്നേഹിച്ച് എന്നെ പരിപാലിക്കുന്ന എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന എൻ്റെ മാതാവിനും കൃപാസനം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മീനു ഡോൺ. ഞാൻ വെള്ളാങ്കല്ലൂർ വെളയനാട്ടിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. എൻ്റെ ഉടമ്പടിയിൽ ഞാൻ 6 ഉടമ്പടികളായിരുന്നു ഞാൻ കാഴ്ചവെച്ചത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയായിരുന്നു എൻ്റെ കൊച്ചിൻ്റെ ഇയർ ലോബ്. ഇത് നേരം ഇയർ പ്രിക്ക് ചെയ്തിട്ട് ചെറുപ്പത്തിലെയാണ് 7-ാം മാസം ആയപ്പോഴേക്ക് അവളുടെ കാത് കുത്തിയതായിരുന്നു. എന്നാലും ഇപ്പോൾ വലുതായ ശേഷം അവളുടെ ഒരു കാതിൻ്റെ ആ ഓട്ട ഏത് നേരം പഴുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടിയുടെ തൈലവും പുരട്ടി അത് മാതാവിനെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച ശേഷം എന്താണോ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നി. ആ ഓട്ട മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച ആ ഓട്ട അടിഞ്ഞു പോട്ടെ, 2ാമത്തെ ഓട്ട കുത്തിയാൽ മതി എന്നുള്ള രീതിയിൽ 2ാമത്തെ ഓട്ടയും കുത്തി. അങ്ങനെ ഇപ്പം പൂർണ്ണ സൗഖ്യം കിട്ടി കൊച്ചിന്. അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഉടമ്പടിയുടെ ഇതായിരുന്നു എൻ്റെ 2ാമത്തെ കൊച്ച്. ജന്മല കാർഡിയാക്ക് കൊച്ചാണ്. അപ്പോൾ കൊച്ചിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. 2ാമത്തെ ഓപ്പറേഷൻ്റെ മുമ്പായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ഞാൻ ഓപ്പറേഷൻ മാറിക്കിട്ടാനല്ല പ്രാർത്ഥിക്കണേ, മാതാവിൻ്റെ ഇഷ്ടം എന്തുട്ടാ അതെന്നെ നടത്തി തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി മാതാവ് കൊച്ചിൻ്റെ 2ാമത്തെ ഓപ്പൺ ഹാർട്ട് സർജറി ആയാലും സക്സസ്ഫുള്ളി നടത്തി തന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലമാണ് കൊച്ചിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞു കൊച്ചിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. കൊച്ചിന് യാതൊരു പ്രശ്നമില്ല. ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടറിനോട് ഞങ്ങൾ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓപ്പറേഷൻ്റെ സമയത്ത് ചെറിയൊരു ഹോളിട്ടിരുന്നു, കാരണം കൊച്ചിന് കൂടുതൽ പ്രഷർ ഹാർട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് നീ കീ ഹോൾ ചെയ്യണമെന്ന് പറഞ്ഞു. വലിയ തിരക്കൊന്നുമില്ല, നിങ്ങളുടെ ഇതുപോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞു. പിന്നെ നോക്കാം ഡോക്ടറെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മ മാതാവ് അത് മാറ്റി തരും എന്നുള്ളൊരിത്.
ആ ഹോള് തന്നെത്താനെ അടിഞ്ഞു പോവും. മാതാവിൻ്റെ താല്പര്യം അനുസരിച്ച് തന്നെ ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ ഇതായിരുന്നു, ഞാൻ നേഴ്സാണ്. ബട്ട് എനിക്ക് ഒരു 8 കൊല്ലത്തെ ഗ്യാപ്പായിരുന്നു. അപ്പോൾ എനിക്കൊരു ജോലി ഒരു സ്ഥലത്തും കിട്ടുന്നുണ്ടായില്ല. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, ഒരു ജോലി കിട്ടണില്ലല്ലോ. ഞാൻ കുറേ ശ്രമിച്ചു, ഞാൻ നാട്ടിലായാലും കുറേ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറേ അധികം വിഷമിച്ചു പോയി. മാതാവിനോട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ഉടമ്പടി 3 മാസം തികഞ്ഞില്ല. അതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ജോബ് വിസ കിട്ടി. ഞാൻ ജോബിലേക്ക്, എനിക്ക് ബഹറിലാണ് എൻ്റെ കെട്ടിയും വർക്ക് ചെയ്യണത്. ഞങ്ങൾക്ക് ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായതായിരുന്നു. എന്നാലും ഞാൻ ഇവിടെ വന്ന് എൻ്റെ ജോബിന് വേണ്ടി നോക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു 1 വർഷം മുമ്പ്. അത് മാതാവ് ബഹറിൽ എന്നെ തിരിച്ച് വിളിപ്പിച്ച് എനിക്കൊരു ജോബ്, കെയർ ടേക്കറാണ്, എന്നാലും കെയർ ടേക്കറിൻ്റെ ഒരു ജോബ് എനിക്ക് തന്നു. നല്ല ശമ്പളത്തോടു കൂടി ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. 4ാമത്തെ എൻ്റെ അപ്പച്ചന് ഭയങ്കര ഹൈ ഷുഗറായിരുന്നു. ഞാൻ അതും മാതാവിൻ്റെ ഉടമ്പടിയുടെ ഇതിൽ ഞാൻ വെച്ചിരുന്നു. ആ ഉടമ്പടിയിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവ്, എൻ്റെ അപ്പച്ചൻ്റെ ഷുഗർ ലെവൽ കുറച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ട് ലോ ലെവലായി. അപ്പോഴാണ് ഞാൻ ഓർത്ത്, ഞാൻ മാതാവിനോട് എൻ്റെ അപ്പച്ചൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ എഴുതണമായിരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ എഴുതിയത് ലോ ലെവലാക്കി തരാനായിരുന്നല്ലോ. എൻ്റെ മാതാവ് എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് ഞാൻ തിരുത്തി. അത് കഴിഞ്ഞപ്പോൾ മാതാവ് ഇപ്പോൾ കൺട്രോൾ ലെവൽ ആക്കിയിരിക്കുന്നു, ഡയബറ്റീസിൻ്റെ ഷുഗർ ലെവൽ. എൻ്റെ 5ാമത്തെ ഞങ്ങൾക്കൊരു വീടുണ്ടായില്ല സ്വന്തം. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, തറവാട്ട് വീട്ടിലായിരുന്നു. മാതാവിൻ്റെ കൃപ അനുഗ്രഹത്താലും തറവാട്ടിൽ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ആ വീട് എടുത്തോ, ബാക്കിയുള്ള എല്ലാവർക്കും എന്താ വേണ്ടത് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ കൊടുത്ത് തീർത്തോണം എന്നുള്ള രീതിയിൽ അങ്ങനെ അത് സമ്മതിച്ചു തന്നു. മാതാവിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി അത് ഞങ്ങളെല്ലാവരുടെ അവകാശം കൊടുത്ത് തീർത്തിട്ടില്ല. മാതാവ് വന്നാലും അതിൽ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. 5ാമത്തെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് തണ്ടൽവേദനയും 6ാമത്തെ എൻ്റെ ജീവിത പങ്കാളിക്ക് തണ്ടൽവേദനയും യൂറിക് ആസിഡിൻ്റെ ഇതിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി വെച്ചായിരുന്നു. ആ 6ാമത്തെ ഉടമ്പടിയിൽ കുറവുണ്ട്, അത് പൂർണ്ണമായി മാറിയിട്ടില്ല. എന്നാലും ഞാൻ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എന്നേലും മാതാവ് അത് മാറ്റി തരും എന്നുള്ളൊരിത്. മാതാവിന് കൊടാനുകൂടി നന്ദിയും സ്തോത്രവും.